ഹായ് കൂട്ടുകാരെ, ഇന്ന് രാത്രി നമുക്ക് കഴിക്കാൻ പൂരിയും കടലക്കറിയാണ് കേട്ടോ. കടലക്കറിയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. വെള്ളക്കടല 3/4 കപ്പും ഒരു ഉരുളക്കിഴങ്ങും നല്ലോണം കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ പെരുംജീരകം 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി പച്ചമണം മാറുമ്പോൾ 2 വലിയ സവാള ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കണം. ആ പച്ചമണമൊക്കെ മാറി നല്ല ചുവന്ന നിറമാവണ വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ്, ചുവന്ന നിറമല്ല, ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ. അതിൻ്റെ കൂടെ പൂരി ഉണ്ടാക്കൽ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. 2 ടീസ്പൂൺ വെജിറ്റബിൾ മസാലപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ആ പച്ചമണമൊക്കെ മാറണ വരെ നന്നായി ഇളക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കഴുകി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ആവണ വരെ ഇളക്കി കൊടുക്കുക. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായി ഇളക്കണം. അടി കരിയരുത്. അതിനുശേഷം അത് ചൂടാറാനായിട്ട് വയ്ക്കുക. അത് തണുത്ത് കഴിഞ്ഞാൽ നല്ലോണം അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം വേണം ഇനി നമുക്ക് വീണ്ടും ചട്ടി അടുപ്പത്ത് വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2-3 കറുവപ്പട്ട, ഗ്രാമ്പൂ, പച്ചമുളക് 2-3 ചെറുതാക്കി അരിഞ്ഞത്, കരിവേപ്പില ഒക്കെ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ച മിക്സ് ചേർക്കുക. നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ച് വെച്ച അരപ്പിലേക്ക് നമ്മൾ അതിന് വേണ്ട ഉപ്പ് ചേർക്കുക. മസാലയിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ലേശം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. അത് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ച കടല ഉരുളക്കിഴങ്ങ് മിക്സ് ചേർത്ത് നന്നായി ഇളക്കുക. അതിൻ്റെ വെള്ളം നിങ്ങൾക്ക് വേണ്ട പോലെ ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇരിക്കുമ്പോൾ അത് കട്ടിയാവും. നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, മല്ലിയുടെ ഇല ഒക്കെ ചേർത്ത് കൊടുക്കുക. തീ ഓഫാക്കുക. നമ്മുടെ കറി റെഡി. ഇന്ന് രാത്രി കഴിക്കാൻ ഉണ്ടാക്കിയ പൂരിയും വെള്ളക്കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പളെ